സിറാജ് ലൈവിലേക്ക് സ്വാഗതം. കേരള മുസ്ലിം ജമാഅത്തിൻ്റെ കാന്തപുരം ഉസ്താദ് നയിക്കുന്ന കേരളയാത്ര 12ാം ദിവസം തൊടുപുഴയിൽ അഥവാ ഇടുക്കി ജില്ലയിൽ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ഓരോ ജില്ലകളിലും വലിയ ആവേശവും ഓളവും സൃഷ്ടിച്ച് കേരളീയ പരിസരത്തേക്ക് കുറേ ചിന്തകളും കുറേ വിഷയങ്ങളും സമർപ്പിച്ചുകൊണ്ടാണ് യാത്ര മുന്നേറുന്നത്. ഈ ഘട്ടത്തിൽ ഈ യാത്രയുടെ പ്രധാനപ്പെട്ട കോർഡിനേറ്റർമാരായ നേതാക്കൾ നമ്മളോടൊപ്പം ചേരുകയാണ്. സംസ്ഥാന കോർഡിനേറ്റർ മജീദ് കക്കാട് സാർ, പ്രോഗ്രാം കോർഡിനേറ്റർ എൻ അലി അബ്ദുള്ള സാർ, മീഡിയ കോർഡിനേറ്റർ മുഹമ്മദ് പറവൂർ സാർ. 3 പേരോട് നമുക്ക് അവരുടെ യാത്രാ അനുഭവങ്ങളും അതുമായി ഈ യാത്രയുമായി ബന്ധപ്പെട്ട മറ്റു വിശേഷങ്ങളും ചോദിക്കാം. മജീദ് സാർ, ഇപ്പോൾ നമ്മൾ ഈ യാത്ര 12 ദിവസം പിന്നിടുകയാണ്. എന്താണ് ഒരു പ്രാഥമികമായ റിവ്യൂ? തീർച്ചയായിട്ടും അൽഹംദുലില്ലാ, ഇതൊരു വലിയ ഒരു ജനപ്രീതി നേടിയ, ജനങ്ങൾക്കിടയിൽ ഇടം പിടിച്ച ഒരു സംഭവമായി മാറിയിട്ടുണ്ട്. അക്കാര്യത്തിൽ സംശയമല്ല. തീർച്ചയായിട്ടും ഇതൊരു ജനങ്ങൾക്കിടയിൽ വിഷയം ചർച്ച ചെയ്തു എന്നതാണ് ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ്. നമ്മുടെ പ്രമേയം ചർച്ച ചെയ്യപ്പെടുന്നു, അത് ജനങ്ങൾ ഏറ്റെടുക്കുന്നു. എന്തുകൊണ്ട് മനുഷ്യർക്കൊപ്പം സഞ്ചരിക്കുന്നു, കാന്തപുരം ഉസ്താദ് എന്തുകൊണ്ട് ഈ പ്രമേയം ഉയർത്തിപ്പിടിക്കുന്നു, അതിന് കാന്തപുരം ഉസ്താദിന് എന്തുകൊണ്ട് അർഹതയുണ്ട് എന്നതുകൂടി കൂട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. കാരണം തൻ്റെ ജീവിതത്തിൽ മുഴുവൻ മനുഷ്യരുടെ കൂടെ സഞ്ചരിച്ച ഒരു പ്രധാനപ്പെട്ട ആൾ എന്നുള്ള നിലയിൽ അത് ജീവിതത്തിലെ എല്ലാ ജനവിഭാഗങ്ങളെയും കാണിച്ചു കൊടുത്തു തെളിയിച്ച ഒരു ആളെന്നുള്ള നിലയിൽ കാന്തപുരം ഉസ്താദ് എന്തുകൊണ്ടും ഇതിന് അർഹനാണ് എന്ന രീതിയിൽ ചർച്ച നടക്കുന്നു. വർത്തമാനകാലത്ത് പ്രമേയത്തിൻ്റെ പ്രസക്തി വളരെ പ്രധാനമാണ് എന്നതും ഈ യാത്രക്ക് വളരെ മേന്മ കിട്ടിയിട്ടുണ്ട്. പ്രമേയം ഒരു പ്രധാന വിഷയമാണ്, സമയം ഒരു പ്രധാന വിഷയമാണ്, ഇത് നയിക്കുന്ന ആളും ഈ രംഗത്ത് വളരെ പ്രധാനമാണ്. ഈ 3 കോണുകളിലൂടെ നോക്കുമ്പോഴും ഇത് ജനങ്ങൾ ഏറ്റെടുത്തു എന്നതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം ആ 3 ഘടകമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അലിയോ സാർ, നമ്മളിപ്പോൾ മനുഷ്യർക്കൊപ്പം എന്ന ഒരു കാലിക പ്രസക്തമായ പ്രമേയം മുന്നോട്ട് വെച്ചിട്ടാണ് പോകുന്നത്. അപ്പം ഓരോ ജില്ലയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോഴും അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ചർച്ചയ്ക്കെടുക്കുന്നത്. എങ്ങനെയാണ് ഈ വിഷയ ക്രമീകരണങ്ങളൊക്കെ നടക്കുന്നത്? ഞങ്ങൾ ഈ പ്രമേയം സ്വീകരിച്ചത് പ്രമേയത്തിന് വേണ്ടിയുള്ളൊരു പ്രമേയം എന്ന നിലക്കല്ല. കേരളത്തിലെ വടക്കും തെക്കും വ്യത്യാസമില്ലാതെ, കിഴക്കും പടിഞ്ഞാറും വ്യത്യാസമില്ലാതെ ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് അവരോടൊപ്പം ഇറങ്ങിച്ചെന്ന് പരിഹാരം അന്വേഷിച്ചുകൊണ്ടുള്ളൊരു യാത്രയാണ്. അതോടൊപ്പം മാനസികമായ അകലങ്ങൾ വർദ്ധിച്ചു വരികയാണ്. അതിൽ വർഗീയതയ്ക്ക് സ്ഥാനമുണ്ട്, അതേപോലെ തന്നെ അതിന് കളമൊരുക്കുന്ന ഒരു പരിസരമുണ്ട്. അത് ചില നേരത്ത് ലഹരിയാണ്, ചില നേരത്ത് നവ ലിബറൽ ചിന്തകളാണ്. ഇങ്ങനെയുള്ള പല വിഷയങ്ങളും ഉള്ള നേരത്തും കേരളീയ സമൂഹത്തിൻ്റെ സമഗ്രവും പൊതുവായുള്ളതുമായ വികസനമാണ് നമ്മളിതിലൂടെ ലക്ഷ്യമാക്കിയത്. അതിനുവേണ്ടി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി നമ്മൾ പ്രോഗ്രാം ആസൂത്രണം ചെയ്തപ്പം ഓരോ ജില്ലയിലും എത്തുമ്പം അതാത് ജില്ലകളിലെ വിഷയങ്ങൾ വ്യത്യസ്തമായിരിക്കും. ആ വിഷയങ്ങളിൽ തദ്ദേശീയരുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി ഞങ്ങൾ ഒരു സ്നേഹവിരുന്ന് ഓരോ ജില്ലയിലും ഒരുക്കിയിട്ടുണ്ട്. അതിൽ എല്ലാ ജാതി മത രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകളുടെ പ്രതിനിധികളെയും നേതൃത്വങ്ങളെയും ഉൾക്കൊള്ളിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഇതുവരെയുള്ള അനുഭവം വെച്ച് നോക്കുമ്പം അതിലെ പ്രാതിനിധ്യം വളരെ പ്രശംസനീയമാണ്. നേതാക്കളുടെ സഹകരണം വളരെ അഭിനന്ദനാർഹങ്ങളാണ്. അങ്ങനെ പല പരിപാടികളും നടത്തിക്കൊണ്ട് വരുമ്പം ഇതിലേക്ക് ജനങ്ങളുടെ മനസ്സിനെ കൊണ്ടുവരാൻ നേരത്തെ പറഞ്ഞതുപോലെ യാത്രാ നായകരുടെ നേതൃപരമായ പാടവം പ്രത്യേകം ശ്രദ്ധേയമാണ്. അതോടൊപ്പം തന്നെ അവർ നേതൃത്വം നൽകുന്ന പ്രസ്ഥാന കുടുംബത്തിലെ ഘടക സംഘടനകളുടെ പങ്കാളിത്തവും വളരെ പ്രധാനമാണ്. കേരള മുസ്ലിം ജമാഅത്തിൻ്റെ നേതൃത്വം സജീവമാണ്. ആദ്യാവസാനം എല്ലായിടത്തും എല്ലാവരും ഒരേ രൂപത്തിലും ശക്തിയിലും ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയുമാണ്. അതിന് ഗുണഫലങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഞങ്ങൾ ഇതിൽ നിന്ന് ഒരു കൂട്ടിയെടുക്കുന്ന ആശയങ്ങളെ അതിനെ മൂർത്തമായ രൂപത്തിൽ ആവിഷ്കരിച്ച് കർമ്മ പദ്ധതികളാക്കി പരിവർത്തിപ്പിച്ച് ഇൻഷാ അല്ലാഹ് അതിന് പരിഹാരം തേടും. ആ പരിഹാരം തേടുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കൂട്ടി കിട്ടുന്ന
ഒരു കൂട്ടി ഞങ്ങളെടുക്കുന്ന എല്ലാ ആശയങ്ങളെയും കോർത്തിണക്കി ഒന്നിച്ചു ചേർത്ത് പരിഹാര നിർദ്ദേശങ്ങളടങ്ങിയ ഒരു വിശദമായ റിപ്പോർട്ടായി, വേണമെങ്കിൽ ഇതിന് പഠന റിപ്പോർട്ട് എന്ന് പറയാം, ആ രൂപത്തിൽ ലഭ്യമാക്കുന്ന റിപ്പോർട്ട് ഞങ്ങൾ സമാപന സമ്മേളന വേദിയിൽ വെച്ച് അവിടെ ഒന്നിച്ചുകൂടുന്ന ലക്ഷക്കണക്കിന് ആളുകളെ സാക്ഷി നിർത്തി പ്രൗഢമായ വേദിയിലെ നേതൃത്വങ്ങളെ മുഴുവൻ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും ഞങ്ങൾ സമർപ്പിക്കുകയും ചെയ്യും. മുഹമ്മദ് മാഷേ, നമ്മളിപ്പം ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നേരത്തെ അലി സാഹിബ് പറഞ്ഞതുപോലെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള പ്രതിനിധികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ ജാഥ കടന്നു പോകുന്ന ഇടങ്ങളിൽ അഭിവാദ്യങ്ങളുമായിട്ട് എത്തുന്നു. അതിലൊരു കാലത്ത് നമ്മളോട് ബദ്ധവൈരികളായിരുന്ന രാഷ്ട്രീയ പാർട്ടികൾ വരെയുണ്ട്. അപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ചിലത് നമ്മുടെ യാത്രയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മളിതിനൊരു രാഷ്ട്രീയ ലക്ഷ്യമില്ല എന്ന് പറയുമ്പോൾ പോലും അവരെന്തായിരിക്കും ഇതിൽ നിന്ന് കാണുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു രാഷ്ട്രീയമായ ഒരു ആഘാതം എന്തായിരിക്കും ഇതിൻ്റെ? കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മുടേത്. ഒരു ഘട്ടത്തിലും കക്ഷി രാഷ്ട്രീയത്തിൽ ഇടപെടുകയോ കക്ഷി ചേരുകയോ നമ്മൾ ചെയ്യാറില്ല. അതേസമയത്ത് സ്വതന്ത്രവും സമുന്നതവുമായ ഒരു രാഷ്ട്രീയ വീക്ഷണം വെച്ചു പുലർത്തി ആ രാഷ്ട്രീയം അത് പ്രാവർത്തികമാക്കാനുള്ള പ്രവർത്തനങ്ങളുമായാണ് എല്ലാ കാലത്തും ഈ പ്രസ്ഥാനം മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന എല്ലാ പ്രമേയങ്ങൾക്കും വലിയ സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ യാത്രയിൽ തന്നെ നമ്മൾ കാഴ്ചവെക്കുന്ന ഒരു രാഷ്ട്രീയമെന്ന് പറയുന്നത് കേവലം ഒരു പ്രമേയമല്ല. ആ പ്രമേയം രൂപപ്പെടുത്തുന്നിടത്ത് തന്നെ അതിൻ്റെ വ്യതിരിക്തതയുണ്ട്. കാരണം ഒരുപാട് ക്യാപ്ഷൻസ് നമ്മൾ ഫീൽഡിൽ നിന്ന് ശേഖരിച്ച് അത് ചെത്തിമിനിക്ക് നന്നാക്കിയിട്ടാണ് ഏറ്റവും നല്ല ആപ്റ്റായ ഒരു വേർഡ് മനുഷ്യർക്കൊപ്പം എന്ന വേർഡ്. ആ വേർഡ് വളരെ സമ്പൂർണ്ണമായി എന്ന് നമുക്ക് തോന്നിയതിലേറെ ഫീൽഡിൽ നിന്ന് നമുക്ക് അഭിപ്രായങ്ങൾ കിട്ടി. അപ്പോൾ മനുഷ്യർക്കൊപ്പം എന്ന് പറയുന്ന പ്രമേയം ഒരു രാഷ്ട്രീയ പ്രമേയമാണ്. അപ്പം നമ്മൾ ആ പ്രമേയം വെച്ചുകൊണ്ട് ഒരു ആശയം പൊതുസമൂഹത്തോട് പറഞ്ഞ് തെരുവിലൂടെ നടത്തുന്ന ഒരു യാത്രയല്ല, മറിച്ച് ഓരോ പ്രദേശങ്ങളിലും എത്തുമ്പോൾ അവിടെയുള്ള വ്യത്യസ്ത തലങ്ങളിലുള്ള ആളുകളുമായി ആശയവിനിമയം നടത്തുമ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഓരോ ജില്ലയിലും വ്യത്യസ്തമായ ധാരാളം ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങൾ ജനങ്ങളുടെ അടിസ്ഥാന ജീവിതവുമായി ബന്ധപ്പെട്ട, വികസനവുമായി ബന്ധപ്പെട്ട, സമൂഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ നാടിൻ്റെ വികസനം, സമൂഹത്തിൻ്റെ പുരോഗതി, അതിനുവേണ്ടി സർവാത്മന സമർപ്പിക്കുക എന്നതാണ്. ആ സമർപ്പിച്ചൊരു വ്യക്തിത്വമാണ്, ജീവിതമാണല്ലോ എ പി ഉസ്താദ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഫീൽഡിൽ നിന്ന് കിട്ടുന്ന എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സമാഹരിച്ച് സമർപ്പിക്കുന്നതോടൊപ്പം ഭാവിയിൽ അതെങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന ഒരു രാഷ്ട്രീയം, അത് സാന്ത്വനത്തിൻ്റെ, സേവനത്തിൻ്റെ, ഇപ്പോൾ സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ രംഗത്ത്, പാർപ്പിട രംഗത്തൊക്കെ മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് അസന്തുലിതാവസ്ഥകളോ അല്ലെങ്കിൽ അവരുടെ അവകാശ നിഷേധങ്ങളോ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ യാത്രയിൽ തന്നെ നമ്മൾ ഉന്നയിച്ച ഒരു വലിയ ആശയമായിരുന്നു ജില്ലകളുടെ പുനഃക്രമീകരണം എന്ന ആശയം. മതപരമായി ഒരു ജില്ല വേണം, അല്ലെങ്കിൽ പുനഃക്രമീകരിക്കണം, വിഭജിക്കണം എന്നല്ല, ഒരു വിഘടനവാദമല്ല നമ്മൾ ഉന്നയിച്ചത്. മൊത്തത്തിൽ കേരളത്തിലെ ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ അസന്തുലിതാവസ്ഥക്ക് മാറ്റം വരണമെങ്കിൽ ജനസംഖ്യാനുപാതികമായി പുനഃക്രമീകരണങ്ങൾ ആവശ്യമാണ്. മലപ്പുറത്തെത്തിയപ്പോൾ പറഞ്ഞത് മലപ്പുറത്തിന് വേണ്ടിയല്ല, ഇവിടെ എറണാകുളത്തെത്തിയപ്പോൾ പറഞ്ഞത് എറണാകുളത്തെ ബേസ് ചെയ്തിട്ട് മാത്രമല്ല. ഇന്നിപ്പോൾ ഏറ്റവും നല്ല അനുഭവം ഉണ്ടായത് ഇവിടെയുള്ള ഇടുക്കിയിലെ പ്രമുഖരമായ ആളുകളുമായി സംവദിച്ചപ്പോൾ അവരും ഉന്നയിച്ചു, അവരെ സംബന്ധിച്ചിടത്തോളം വികസനങ്ങൾ എവിടെയോ കേന്ദ്രീകരിച്ചു പോകുന്നു, എല്ലാ പദ്ധതികളും പ്രോജക്റ്റുകളും അത് എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ, ഇവിടെയുള്ള അടിസ്ഥാന വർഗ്ഗങ്ങൾക്ക്, എല്ലാ വിഭാഗങ്ങൾക്കും, എല്ലാ ഏരിയകൾക്കും സന്തുലിതമായി ലഭിക്കണമെങ്കിൽ കൃത്യമായും ജനസംഖ്യാടിസ്ഥാനത്തിലുള്ള വിഭജനം നടക്കണം. അതുപോലെ അതിൻ്റെ വിഭവങ്ങളുടെ പ്രസരണം നടക്കണം. ഈ ഒരു രാഷ്ട്രീയം എല്ലാ വിഭവങ്ങളും എല്ലാ ജനങ്ങൾക്കും കിട്ടി എല്ലാവരും ഒന്നായി കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുക എന്ന ഒരു അടിസ്ഥാന ലക്ഷ്യത്തിൽ നിന്ന് ഊന്നി നിന്നുകൊണ്ടുള്ള രാഷ്ട്രീയമാണ് നമ്മൾ പ്രയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും കക്ഷി രാഷ്ട്രീയത്തിൽ ഇടപെടുക എന്നത് ഇതിൻ്റെ താല്പര്യമല്ല. അങ്ങനെ തെറ്റിദ്ധരിച്ച ആളുകളുണ്ട്. പലയിടത്തുനിന്നും പ്രസ് മീറ്റിലൊക്കെ ഞങ്ങളുടെ ആവശ്യം അല്ലെങ്കിൽ അങ്ങനെ ചോദ്യം സംശയം ഉന്നയിച്ചിട്ടുണ്ട്. അർത്ഥശങ്കയ്ക്ക് ഇടമില്ലാത്ത വിധം അതിന് മറുപടി പറയുകയും നമ്മൾ ചെയ്തിട്ടുണ്ട്. മജീദ് സാറേ, അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ജില്ലകളുടെ പുനർവിഭജനം, ഇപ്പം മുഹമ്മദ് സാർ പറഞ്ഞ പോലെ ജില്ലകളുടെ വിഭജനമാണ് ഒരു പ്രധാന ചർച്ചയായിട്ട് കടന്നു വന്നത്. ഇത് ഇപ്പം നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ജില്ലകളുടെ പുനഃക്രമീകരണം എന്നാണ്. എന്നാൽ പല കക്ഷികളും ജില്ല വിഭജിക്കണം, പ്രത്യേകിച്ച് മലപ്പുറം ജില്ല വിഭജിക്കണം എന്നൊരാശയമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ മുന്നോട്ട് വെച്ച പുനഃക്രമീകരണവും അത് വിഭജനത്തിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യാസപ്പെട്ട് കിടക്കുന്നത്? തീർച്ചയായിട്ടും ഇത് അത്യാവശ്യം ബുദ്ധിയുള്ളവർക്കൊക്കെ വളരെ വേഗം മനസ്സിലാവുന്നൊരു സംഗതിയാണ്. ഈ വിഭജനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പുനഃക്രമീകരണം എന്ന് പറയുന്നത് നിലവിലുള്ള കേരളത്തിലെ 14 ജില്ലകൾ ആ ജില്ലാടിസ്ഥാനത്തിൽ രൂപീകൃതമായിട്ട് വർഷങ്ങൾ കഴിഞ്ഞു.
വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു അന്നത്തെ ഒരു മാനദണ്ഡപ്രകാരം വിഭജിച്ച ജില്ലകളെ കാലാകാലവും അങ്ങനെ തന്നെ നിലനിർത്തണമെന്ന് പറയുന്നത് മൗഢ്യമാണ്. അപ്പോൾ എന്തിനാണോ ജില്ലകൾ ഒരു സ്റ്റേറ്റിൽ ഒന്നിൽ കൂടുതൽ ജില്ലകൾ ഉണ്ടാകുന്നത്, അതിനൊരു മാനദണ്ഡം, ഒരു ആവശ്യകത, അതിൻ്റെ ഒരു സമീപനം ഉണ്ടാവും. ആ സമീപനം വർഷങ്ങൾക്ക് മുമ്പ് സ്വീകരിച്ച ഒരു സമീപനം കാലങ്ങൾ മാറുമ്പോൾ വ്യത്യാസപ്പെടുമെന്ന് ഉറപ്പല്ലേ? ജനങ്ങൾ വർദ്ധിക്കുന്നു, പിന്നെ യാത്രാ സൗകര്യങ്ങൾ വർദ്ധിക്കേണ്ടതുണ്ട്, വിഭവങ്ങൾ വർദ്ധിക്കേണ്ടതുണ്ട്, മനുഷ്യ വിഭവശേഷിയെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്, ഭൂമിശാസ്ത്രപരമായ സന്തുലിതാവസ്ഥ ക്രമീകരിക്കേണ്ടതുണ്ട്, ജനങ്ങളുടെ ബാഹുല്യമുണ്ട്. ഇങ്ങനെയൊക്കെ ഞാൻ പറയുന്ന ഒരു 10 വർഷം കഴിയുമ്പോഴെങ്കിലും ഇതിന്റെ പഠനം ആവശ്യമാണ് ഓരോ സ്റ്റേറ്റിലും. ഒരു 10 വർഷം കഴിയുമ്പോൾ അത് നടക്കുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും ഒരു 10 വർഷം കഴിയുമ്പോൾ ഈ 10 വർഷത്തിനിടയിൽ നമ്മുടെ നാട്ടിൽ എന്തു മാറ്റങ്ങൾ ഉണ്ടായി, ഇനി അടുത്തൊരു 10-20 വർഷങ്ങളിലേക്ക് എന്തു മാറ്റങ്ങൾ ഉണ്ടാകണം, എന്ത് വികസനം ഉണ്ടാകണം, പിന്നെ മനുഷ്യ വിഭവശേഷിയെ എന്തൊക്കെ വർദ്ധിക്കണം, ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് ജനങ്ങൾക്ക് എന്തൊക്കെ നൽകണം, ഇതിനെക്കുറിച്ചൊക്കെ പഠനങ്ങൾ വേണം. ആ പഠനങ്ങളുടെ ഭാഗമായി ഒരുപക്ഷെ ജനസംഖ്യാ അടിസ്ഥാനത്തിലും പിന്നെ ഭൂമിശാസ്ത്രപരമായുള്ള ഘടനയുടെ അടിസ്ഥാനത്തിലുമൊക്കെ പുനഃക്രമീകരണങ്ങൾ വേണ്ടി വരും. ഇപ്പം ഇന്ന് ഈ ഇടുക്കിയിൽ ഇവിടെ തൊടുപുഴയിൽ നടന്നിരിക്കുന്ന വിരുന്നിൽ അവിടെ വന്നിരിക്കുന്ന വലിയ ഉന്നതരായ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളടക്കം പറഞ്ഞത് എറണാകുളം, ഇടുക്കി ജില്ലകൾ രണ്ടും വെച്ചുകൊണ്ട് മൂന്നാമതൊരു ജില്ലയെക്കുറിച്ചാണ് അവർ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കിടയിൽ നിന്ന് ആവശ്യം വരുന്നുണ്ട്. അതിന് മതപരമെന്നോ അല്ലെങ്കിൽ മതാടിസ്ഥാനത്തിലുള്ള വാദമെന്നോ രാഷ്ട്രീയ അടിസ്ഥാനത്തിലുള്ള വാദമെന്നോ ഒക്കെ പറയുന്നത് മൗഢ്യമാണ്, തെറ്റാണത്. അപ്പോൾ കാലാകാലവും നമ്മൾ വരച്ച ഒരു വരയ്ക്കകത്ത് അതിർത്തിയിൽ തന്നെ എല്ലാവരും ജീവിതാന്ത്യം വരെ നൂറ്റാണ്ടുകൾ അങ്ങനെ തന്നെ നിലനിൽക്കണമെന്ന് പറയുന്നത് വിവരക്കേടാണ്. അപ്പോൾ പുനഃക്രമീകരണം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം ഈ ചില അടിസ്ഥാനപരമായ ആവശ്യകതയിൽ ഊന്നിയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ജനങ്ങൾ മാറുന്നു, കാലം മാറുന്നു, ആവശ്യകതകൾ മാറുന്നു, ഓരോ സ്റ്റേറ്റിനും ലഭിക്കേണ്ട വിഭവങ്ങൾ മാറുന്നു. അടുത്ത വർഷങ്ങളിലേക്കുള്ള ഒരു 10-15 ദശകങ്ങളിലേക്കൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടുകൾ രൂപപ്പെടുന്നു. ഈ രൂപപ്പെടുന്നതിനനുസരിച്ചുള്ള സൗകര്യങ്ങളും പുനഃക്രമീകരണങ്ങളും ആവശ്യമുണ്ട്. അത് ചർച്ച ചെയ്യണം, എങ്ങനെ ചെയ്യാമെന്ന്. അതിന് കമ്മീഷനെ വെക്കണം. ആ കമ്മീഷൻ ജനങ്ങളുമായി സംവദിക്കണം. എന്നിട്ട് ജനങ്ങളിൽ നിന്ന് ഏതടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഇതിൻ്റെ ക്രമീകരണം എന്ന് പഠിക്കണം. ആ പഠന റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കണം. എന്നിട്ട് ആ പുനഃക്രമീകരണം വേണം എന്നതാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ ഈ പുനഃക്രമീകരണം എന്നൊരു ആവശ്യം നമ്മൾ സമൂഹത്തിൽ നിന്ന് നമ്മുടെ മുന്നിൽ വന്നൊരു ആവശ്യമാണല്ലോ. തീർച്ചയായിട്ടും നമ്മൾ തന്നെ നേരത്തെ നടത്തിയ കേരള മുസ്ലിം ജമാഅത്ത് നടത്തിയ നേരത്തെയുള്ള പഠനത്തിൽ നിന്ന് തന്നെ അത് വ്യക്തമായിരുന്നു. ജില്ലകളുടെ പുനഃക്രമീകരണം ആവശ്യമുണ്ട്. അത് ഈ കേരള യാത്രയോടനുബന്ധിച്ച് നമ്മൾ ജനങ്ങളിലേക്ക് തന്നെ വീണ്ടും ചർച്ചകളിട്ടു. അതോടൊപ്പം ജനങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. ഇത് നേരത്തെ കണ്ട അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കിയ ആളുകളിൽ നിന്ന് ആ ചർച്ചകൾ ഉയർന്നു വരികയാണ്. അപ്പോൾ ഇത് ഒരു ബുദ്ധിപരമായ ഒരു നീക്കത്തിൻ്റെയും ചിന്തയുടെയും ഭാഗമായുള്ള ഒരു ചർച്ചയാണ് പുനഃക്രമീകരണം. അതിന് നമ്മൾ കേവലം മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞ് താഴ്ത്തി വെക്കുന്നത് എനിക്ക് തോന്നുന്നു. ഇപ്പം മലപ്പുറം ജില്ലയുടെ പുനഃക്രമീകരണം പറഞ്ഞപ്പോഴാണ് ഇതിനൊരു മതവുമായിട്ട് കൂട്ടിച്ചേർത്തത്. അതേസമയം നമ്മൾ എറണാകുളം ജില്ല വിഭജിച്ച് മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ചൊരു ജില്ല വേണമെന്ന് ആവശ്യം ഉന്നയിച്ചപ്പോൾ അത്ര തന്നെ വിവാദം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ വിവാദങ്ങൾക്ക് പിന്നിൽ ഒരു അജണ്ടയുണ്ട് എന്ന് തീർച്ചയായിട്ടും. അതായത് അത് കേരളത്തിൽ നമുക്ക് നേരത്തെ അറിയുന്നതാണ്. പിന്നെ കേരളത്തിൽ മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ വെപ്രാളപ്പെടുന്ന ചില ആളുകളുണ്ട്. അത് എന്തിനാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ആ കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകുന്ന ചില സൂചനകൾ, അപകടകരമായ സൂചനകൾ എന്നതിലപ്പുറം അർത്ഥവത്തായ ഒരു കാര്യമേ അല്ല അത്തരം പരാമർശങ്ങൾ. ഇനി മലപ്പുറം ജില്ല പുനഃക്രമീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ജില്ലാ നിലവിലുള്ള അതിർത്തികൾക്ക് തന്നെ പുനഃക്രമീകരണങ്ങൾ വരും. ഒരു പക്ഷേ അപ്പുറത്തുനിന്ന് കുറച്ച് ഇങ്ങോട്ടും ഇപ്പുറത്തുനിന്ന് കുറച്ച് ഇങ്ങോട്ടും എന്ന രീതിയിലൊക്കെ മാറ്റങ്ങളുണ്ടാവും. അത് ഞാൻ നേരത്തെ പറഞ്ഞ ആവശ്യകതയിൽ ഊന്നിയുള്ള ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വരേണ്ട ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് വിഭജനം എന്നതിനേക്കാൾ പുനഃക്രമീകരണം ഈ കേരളത്തിലുള്ള ജില്ലകളെ മൊത്തത്തിൽ കേരളത്തിൻ്റെ വികസന കാഴ്ചപ്പാടുകൾ വെച്ചുകൊണ്ടുള്ള പുനഃക്രമീകരണം ആവശ്യമുണ്ട് എന്ന് പറയുന്നത്. അത് 14 ജില്ലകൾക്കും ബാധകമാണ്. ഓക്കെ, അലി സാർ, ഇപ്പം നമ്മുടെ ഈ സ്നേഹവിരുന്നിനകത്താണ് നമുക്ക് വിവിധ രാഷ്ട്രീയ നേതാക്കൾ അവരുടെ ആശയങ്ങൾ നമുക്ക് പങ്കുവെക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു 12 സ്വീകരണ കേന്ദ്രങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ആ 12 ഇടങ്ങളിലും സ്നേഹവിരുന്നും നടന്നിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് ഇതിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആശങ്കകൾ എന്തൊക്കെയാണ്? സമൂഹത്തിൻ്റെ മുമ്പിൽ
വർത്തമാനകാലത്തെ ചില സമസ്യകളും ചില പ്രശ്നങ്ങളും കാണുമ്പോൾ കുറേ ആശങ്കകളുണ്ട്. അതോടൊപ്പം തന്നെ പ്രതീക്ഷകളുമുണ്ട്. ഈ ആശങ്കകളെ അകറ്റാനുള്ള ആശയസ്വരൂപണമാണ് ഈ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ഭാഗം. പൊതുസമൂഹത്തെ ഇത്തരം വിഷയങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ച് അവരെ നേരിൻ്റെ വഴിയെ നടത്തണം. അവരെ സംസ്കാര സമ്പന്നരാക്കി നിർത്തണം, അവരെ വിദ്യാഭ്യാസമുള്ളവരാക്കണം, അവരെ ആരോഗ്യമുള്ളവരാക്കണം, അവരെ തൊഴിലുള്ളവരാക്കണം, അവരെ മനുഷ്യ സ്നേഹമുള്ളവരാക്കണം, അവരെ ദേശസ്നേഹികളാക്കണം. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ വിഷയവുമായി നമ്മൾ വ്യത്യസ്ത കാഴ്ചപ്പാടുകളുള്ള ആളുകളെ സമീപിക്കുമ്പം അവരിൽ നിന്നൊക്കെയാണ് നമുക്ക് ഈ ആശയങ്ങൾ കിട്ടുന്നത്. നേരത്തെ പറഞ്ഞ ഈ ഒരു വിഭജനത്തിൻ്റെ കാര്യം നിങ്ങൾ മജീദ് മാഷോട് ചോദിച്ചല്ലോ. അതിൽ ഞങ്ങൾക്കൊറ്റ ഉത്തരമേ ഉള്ളൂ. അതായത് ഈ റവന്യൂ അതിർവരമ്പുകൾ കാലത്തിനനുസരിച്ച് വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് മാറ്റി വരച്ചുകൊണ്ടേയിരിക്കണം. നേരത്തെ മജീദ് മാഷ് പറഞ്ഞ ആശയം തന്നെയാണ്. ഞാൻ വേറൊരു പദവൽക്കരണം നടത്തിയെന്നേ ഉള്ളൂ. അപ്പോൾ അതിനെന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ അതിന് സർക്കാരാണല്ലോ മുന്നോട്ട് വരേണ്ടത്. ഞങ്ങൾ സർക്കാരിനെ സമീപിക്കും. ജനങ്ങളെ ഞങ്ങൾ സമീപിക്കുമ്പം അവർ സഹർഷം ഈ മുന്നേറ്റത്തെ, ഈ യാത്രയെ, മഹാനായ സുൽത്താനുൽ ഉലമയുടെ ഈ യാത്രയെ കഴിഞ്ഞ കാലത്തേതിൽ നിന്നും കുറച്ചുകൂടി വ്യത്യസ്തമായി വലിയ സ്വീകാര്യത നൽകുകയാണ്. ഒന്ന്, സമൂഹത്തോടുള്ള ഉസ്താദിൻ്റെ പ്രതിബദ്ധതയാണ് അവർ പ്രശംസിക്കുന്നത്. ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം പ്രായം ഒരു പ്രശ്നമാണ്, ആരോഗ്യം ഒരു പ്രശ്നമാണ്. എന്നിട്ട് പോലും ജനങ്ങൾക്ക് വേണ്ടി, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അവർക്ക് തൊഴിലുണ്ടാക്കാൻ വേണ്ടി, അവരിലെ പട്ടിണി മാറ്റാൻ വേണ്ടി, അവരിലെ അനാഥകളെ സംരക്ഷിക്കാൻ വേണ്ടി, അതോടൊപ്പം തന്നെ എല്ലാവർക്കും ആധുനികവും ആത്മീയവുമായ വിദ്യാഭ്യാസം, സാങ്കേതികവുമായ വിദ്യാഭ്യാസം ഒന്നിച്ചു നൽകാനുള്ള ഉസ്താദിൻ്റെ തീവ്ര ശ്രമങ്ങളെപ്പറ്റി എല്ലാവരും അറിയുന്നവരും കൂടുതൽ അവർ ഉസ്താദിൽ നിന്ന് ഇനിയും പ്രതീക്ഷിക്കുകയുമാണ്. ഒരു കാര്യവും കൂടി, കാസർകോട്ട് ഇതിൻ്റെ തുടക്കത്തിൻ്റെ ഭാഗമായി നടന്ന പത്രസമ്മേളനത്തിൽ ചില പ്രതിനിധികൾ ചോദിച്ചു, പത്രപ്രതിനിധികൾ ചോദിച്ചു, ഉസ്താദിന് ഇനിയൊരു കേരള യാത്രക്കുള്ള സ്ഥിതിയുണ്ടോ? ഞാൻ പറഞ്ഞു, ഇനിയും ഉസ്താദിൽ യൗവനം നിലനിൽക്കുന്നുണ്ട്. അത് മനസ്സിലാണ്, സമൂഹത്തോടുള്ള പ്രതിബദ്ധതയിലാണ്, ദേശത്തോടുള്ള കൂറിലാണ്. ഉസ്താദ് എന്നും അത് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കാറുണ്ട്. ഉസ്താദിൻ്റെ സംസാരത്തിൽ അതിൽ മതം വരാറുണ്ട്, സംസ്കാരം വരാറുണ്ട്, രാഷ്ട്രീയം വരാറുണ്ട്, ദേശം വരാറുണ്ട്, ദേശീയം വരാറുണ്ട്, അന്തർദേശീയമായ കാര്യങ്ങളും വരാറുണ്ട്. എല്ലാം കൂടി ഉസ്താദ് പറയുമ്പം അത് കേരളം കണ്ട ഏറ്റവും മനോഹരമായ ഒരു പ്രഭാഷണമായി, അല്ലെങ്കിൽ ഉത്ബോധനമായി, ഉപദേശമായി കേരളീയ സമൂഹം ഇക്കാലം അത്രയും സ്വീകരിച്ചിട്ടുണ്ട്. ഇവിടെയും എല്ലാവരും എടുത്തു പറയുന്നതും അത് തന്നെയാണ്. ഇപ്പോൾ പല ജില്ലകളിലും നടന്നു, എല്ലാ ജില്ലകളിലും നല്ല പ്രാതിനിധ്യം. ഞങ്ങളവരോട് തുടക്കത്തിൽ തന്നെ പറയാറുള്ളത്, ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളോട് പറയാനല്ല, നിങ്ങൾക്ക് ഞങ്ങളോട് പറയാനുള്ളത് കേൾക്കാനും, ആ കേട്ടതിനെ നമ്മൾ ഒന്നിച്ച് വികസിപ്പിച്ച് പ്രാവർത്തിക രൂപത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ കേരളത്തെ ഒന്ന് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കണം. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് കേരള യാത്രയിലൂടെ നമുക്ക് പറയണം. കേരളം ഇതാണ്. കേരളത്തിൻ്റെ സൗഹാർദ്ദം, കേരളത്തിൻ്റെ ബഹുമാനം, കേരളത്തിൻ്റെ ആദരവ്, പാരസ്പര്യ ബന്ധങ്ങൾ, വ്യത്യസ്തതകളുണ്ട്, വൈവിധ്യങ്ങളുണ്ട്. അതൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഏകോപിച്ചു പ്രവർത്തിക്കാൻ പറ്റുന്ന കേരളത്തിൻ്റെ ഒരു വിശാല മനസ്സിനെക്കുറിച്ചും പുറത്തുനിന്ന് കേൾക്കുന്ന ആരോപണങ്ങൾക്ക് അതേ രൂപത്തിൽ മറുപടിയല്ല, ഈ പ്രവർത്തനങ്ങളിലൂടെ മറുപടി കൊടുക്കുക എന്നതുകൂടി കേരളീയ സമൂഹം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നതുകൂടി ഞങ്ങൾക്ക് അവരുമായി സംവദിച്ച എല്ലാ ഘട്ടത്തിലും ബോധ്യപ്പെട്ടതും ആണ്.
മുഹമ്മദ് സാർ, ഇപ്പം നമ്മളിപ്പോൾ മനുഷ്യർക്കൊപ്പം എന്നൊരു വിഷയം മുന്നോട്ട് വെക്കുമ്പോൾ ഇപ്പോൾ പുതിയ കാലത്ത് ഈ വിഷയങ്ങൾ ഏറ്റവും കൂടുതൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത് ഇപ്പം പ്രത്യേകിച്ച് ജെൻ സി തലമുറയിലേക്കാണ്. അപ്പം അവരെ സംബന്ധിച്ചാണ് വലിയ ആശങ്കകൾ നിലനിൽക്കുന്നത്. ഇപ്പം പഴയ കാലത്ത് നിന്ന് മാറി സാങ്കേതികവിദ്യ വളർന്നു, സോഷ്യൽ മീഡിയ സജീവമായി. ഇന്ന് തന്നെ നമ്മുടെ സ്നേഹവിരുന്നിൽ ഉയർന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം സോഷ്യൽ മീഡിയയിലാണ് ഏറ്റവും വലിയ തീവ്രവാദവും വിഘടനവാദികളും ഒക്കെ ഉണ്ടാകുന്നത് എന്നാണ്. അപ്പോൾ ഈ ജെൻ സി തലമുറയെ അഭിസംബോധന ചെയ്യാൻ എത്രത്തോളം അർത്ഥവത്താണ് നമ്മുടെ വിഷയം? അതായത് ഇത് വളരെ പ്രസക്തമായ ഒരു ചോദ്യം തങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. നമ്മുടെ പല സ്നേഹവിരുന്നിലും ഈ ആശങ്ക പങ്കിടുകയും അത് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ന്യൂജന നന്നായി ശ്രദ്ധിക്കണം എന്നുള്ളത്. എന്തായാലും നമുക്ക് നമ്മുടെ തലമുറകളെ എഴുതി തള്ളാൻ പറ്റില്ല. ഈ ജനറേഷൻ ഗ്യാപ്പിനെ ഒരു ഇഷ്യൂ ആയിട്ട് നമ്മൾ എടുക്കേണ്ടതില്ല. കാലത്തിന് കാലോചിതമായ ജീവിത സാഹചര്യങ്ങൾ, ജീവിത ശൈലികളുണ്ടാവും. അപ്പോൾ ന്യൂജനെ നമ്മൾ എഴുതി തള്ളുന്നതിന് പകരം അവരെ നമുക്ക് ധാർമ്മികമായ മനുഷ്യർക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന വഴിയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഏറ്റവും പ്രധാനം. പഴയ കാലത്തെ അപേക്ഷിച്ച് ധാരാളം വിഭവങ്ങളുണ്ട്, പഠിക്കാനുള്ള നല്ല അവസരങ്ങളുണ്ട്. പക്ഷേ അവരെ ഈ ചതിക്കുഴിയിൽ പെടുത്തുന്ന ഒരുപാട് കെണികളുണ്ട്, ട്രാപ്പുകൾ ധാരാളമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടാണ് ഇന്നത്തെ ഒരു ലഹരി. കേവലം സിന്തറ്റിക് ലഹരികൾ മാത്രമല്ല, മൊബൈൽ അഡിക്ഷൻ ആവാം, അല്ലെങ്കിൽ അതുപോലുള്ള പലതരം പുതിയ ലഹരികളുണ്ട്. ആ ലഹരിയുടെ മായാവലയങ്ങളിൽ നിന്നും കെണികളിൽ നിന്നും അവരെ തിരിച്ചു കൊണ്ടുവരാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് ബോധവൽക്കരണം തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യൻ ലോകം എത്രമാത്രം വികസിച്ച് കഴിഞ്ഞാലും ഇസ്ലാമികമായി പറഞ്ഞാൽ ദഅവത്തിന് ഏറ്റവും നല്ല മാർഗങ്ങൾ പറഞ്ഞതിലൊന്ന് ഹിക്മത്താണ്, മറ്റൊന്ന് സതുപദേശമാണ്, മറ്റൊന്ന് സംവാദങ്ങളുമാണ്. ഇത് കാലമെത്ര അതിക്രമിച്ച് കഴിഞ്ഞാലും ഈ 3 വഴികളും സ്വീകരിക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു അടുത്ത ഘട്ടം എന്ന രീതിയിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ ഊന്നേണ്ടത് ക്യാമ്പസുകളാണ്, അല്ലെങ്കിൽ വിദ്യാർത്ഥികളാണ്, പുതിയ യുവ തലമുറയാണ്. നമുക്കതിൽ നിരാശയില്ല. ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസമുണ്ട്. മക്കളെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കും. പ്രത്യേകിച്ച് 1ാം കേരള യാത്രയിൽ നമുക്ക് സോഷ്യൽ മീഡിയ സങ്കേതങ്ങളില്ല. 2ാം കേരള യാത്രയിൽ ഭാഗികമായി ഉണ്ടായി. ഇന്നിപ്പോൾ നമ്മുടെ ഈ മീഡിയ സംവിധാനം കൈകാര്യം ചെയ്യുന്ന ഒരാൾ നിൽക്കുക ഏറ്റവും പ്രധാനപ്പെട്ടത് ലക്ഷങ്ങളിലേക്ക് നമ്മുടെ ഈ മെസ്സേജ് ഒരേ സമയം നമുക്ക് പ്രസരണം ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഒരു ശതമാനം യുവാക്കളിലേക്കും പുതിയ ആളുകളിലേക്കും നമ്മുടെ ഈ ആശയങ്ങൾ മനുഷ്യർക്കൊപ്പം ചേർന്ന് നിൽക്കണമെന്നും ശരിയായ രാഷ്ട്രീയം ഏതാണെന്നും നാടിന് വേണ്ടി നിലകൊള്ളണമെന്നും സേവനം ചെയ്യണമെന്നും നമ്മുടെ എൻഗേജ് ആകണമെന്നുള്ള ആശയങ്ങൾ നിരന്തരം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഒന്നുകൂടി നമുക്ക് പ്രാക്ടിക്കൽ സൈഡിൽ വിദ്യാർത്ഥികളെയും യുവാക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ നമ്മുടെ ഈ ഒരു ആശയത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മജീദ് സാറേ, ഇപ്പം ഉസ്താദിൻ്റെ 3ാമത്തെ കേരള യാത്രയാണ് ഇപ്പം നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ഉസ്താദിൻ്റെ ആദ്യത്തെ കേരള യാത്ര 1999 എന്തായിരുന്നു അന്നത്തെ ഒരു അനുഭവം? 1999 അന്നത്തെ കേരളീയ പശ്ചാത്തലം എന്ന് പറയുന്നത് ബാബരി മസ്ജിദിൻ്റെ പതനത്തിന് ശേഷമുള്ള ഒരു വർഗീയ ധ്രുവീകരണത്തിൻ്റെ കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. അവിടെ മനുഷ്യൻ്റെ മനസ്സുകൾ പരസ്പരമാകുന്നു, വർഗീയപരമായ ചേരിതുകൾ വളരെ കൂടുതലായി. അതോടൊപ്പം തന്നെ കക്ഷി രാഷ്ട്രീയ അടിസ്ഥാനത്തിലുള്ള ഒരുപാട് കൊലപാതകങ്ങളും പ്രതി കൊലപാതകങ്ങളും പകരത്തിന് പകരമുള്ള കൊലപാതകങ്ങളും ഒക്കെ ആയിട്ട് കേരളീയ രാഷ്ട്രീയ അന്തരീക്ഷം എന്ന് പറയുന്നത് രക്തരൂക്ഷിതമായി നിലകൊള്ളുന്ന ഒരു പശ്ചാത്തലത്തിൽ ആണ് ആ മനുഷ്യ മനസ്സുകൾ കോർത്തിണക്കാൻ എന്ന പ്രമേയം നമ്മൾ സ്വീകരിക്കുന്നത്. അന്ന് ഇത്തരം കലാപങ്ങൾ ഉണ്ടാകുമ്പോഴും വർഗീയ ധ്രുവീകരണങ്ങൾ ഉണ്ടാകുമ്പോഴും അത് അരുതെന്ന് കേരളത്തിൽ ഉച്ചൈസ്വരം പറഞ്ഞ നേതാവ് കാന്തപുരം ഉസ്താദാണ്. എല്ലാവരുടെ മുഖത്ത് നോക്കിയും അവിടെ മതസംഘടനകളുടെ മുഖത്ത് നോക്കി, രാഷ്ട്രീയക്കാരൻ്റെ മുഖത്ത് നോക്കിയൊക്കെ ധൈര്യപൂർവ്വം അരുതെന്ന് പറഞ്ഞ ഒരു വലിയ ജനകീയ നേതാവ് കാന്തപുരം ഉസ്താദാണ്. അതുകൊണ്ട് തന്നെ കാന്തപുരം ഉസ്താദിന് ഈ മനുഷ്യ മനസ്സുകൾ കോർത്തിണക്കിക്കൊണ്ട് പോകണം ഈ രാജ്യം എന്ന് പറയാനുള്ള അർഹതയുടെ ബലത്തിൽ തന്നെയാണ് 99 ഉസ്താദ് കേരളയാത്ര നടത്തിയത്. അവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും പരസ്പരം കടിച്ചു കയറുന്ന, തലേ ദിവസം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരാളെ കൊന്നാൽ പിറ്റേ ദിവസം അതിൻ്റെ എതിർ രാഷ്ട്രീയ പാർട്ടിയുടെ 2 ആളെ കൊല്ലും. ഈ ഒരവസ്ഥയിൽ അത് ശരിയല്ലെന്ന് ആ 2 വിഭാഗത്തിലെയും അല്ലെങ്കിൽ 3 വിഭാഗത്തിലെയും അല്ലെങ്കിൽ അതിൽ ഭാഗവാക്കായ എല്ലാ കക്ഷി രാഷ്ട്രീയക്കാരെയും ഒരു വേദിയിൽ ഒന്നിച്ചിരുത്തിയിട്ട് സദസ്സിലേക്കും ഈ വേദിയിലിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും വലിയ അറുകൊല, ഈ നാടിന് ആപത്താണെന്ന് ഒരു വേദിയിലിരുത്തി ധൈര്യപൂർവ്വം പറഞ്ഞു എന്നതായിരുന്നു 99 കേരളയാത്രയുടെ ഒരു വല്ലാത്ത അനുഭവം. അത് കേരളത്തിലുടനീളം കാന്തപുരം ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. അത് ജനങ്ങൾ ഏറ്റെടുത്തു വരികയും ചെയ്യുന്നുണ്ട് ആ സമയത്ത്. അതുകൊണ്ട് ആ പ്രമേയം അന്നും ചർച്ച ചെയ്തു. ഇന്ന് മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയം
അതിന് എത്രമാത്രം തുടർച്ച ജനം ഏറ്റെടുത്തു അതുപോലെ 99-ലും 2012-ലും ഒക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. മുഹമ്മദ് സാറിനോട് അതിൻ്റെ ഒരു കണക്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമാണ്. എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 99 കേരളയാത്ര പ്രഖ്യാപിക്കണം മുഹമ്മദ് സാറാണെന്ന് തോന്നുന്നു, SSFൻ്റെ സംസ്ഥാന സെക്രട്ടറി. അതെ അതെ. എനിക്ക് തോന്നുന്നത് SSFൻ്റെ ഒരു സംസ്ഥാന കമ്മിറ്റിയിലാണെന്ന് തോന്നുന്നില്ല ഈ ആവശ്യം ആദ്യമായിട്ട് വരുന്നത്. നേരത്തെ മജീദ് മാഷ് സൂചിപ്പിച്ച പോലെ ബാബരി മസ്ജിദിൻ്റെ പതനത്തിന് ശേഷം ഉണ്ടായ ഒരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലത്തിൽ വർഗീയ ചേരിതിരിവ്, വർഗീയമായ ഇന്നത്തെ പോലുള്ള മനഃപൂർവ്വമുള്ള ചേരിതിരിവുള്ള ശ്രമങ്ങൾ പിന്നീടാണ് ഉണ്ടാകുന്നത്. അതേസമയത്ത് കണ്ണൂർ കേന്ദ്രീകരിച്ച അല്ലെങ്കിൽ മലബാർ ഏരിയയിൽ വ്യാപകമായി രാഷ്ട്രീയ അക്രമങ്ങളും കൊലപാതകങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലുഷ്യം നിറഞ്ഞൊരു അന്തരീക്ഷം. അത് നേരത്തെ കേരളത്തിന് അങ്ങനെ അനുഭവമില്ലാത്തതാണ്. ആ ഒരു സാഹചര്യം SSFൻ്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിൽ ചർച്ചയ്ക്ക് വരും, വിലയിരുത്തലിന് വരികയാണ്. അപ്പോൾ ഇതിനെതിരെ നമ്മൾ പ്രതികരിക്കേണ്ടതുണ്ടല്ലോ. എങ്ങനെ നമുക്ക് പ്രതികരിക്കണം? കേവലം ഒരു പത്രപ്രസ്താവന അല്ലെങ്കിൽ ഒരു പ്രമേയം അതിലപ്പുറം നമുക്ക് എന്ത് ചെയ്യണം എന്നൊരു ചർച്ച അന്നത്തെ ആ ഒരു എക്സിക്യൂട്ടീവ് മീറ്റിംഗ് എനിക്ക് ഓർമ്മ വരികയാണ്. ആ എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിൽ ചർച്ച വരുന്നത് നമ്മുടെ പ്രസ്ഥാനം ഒന്നിച്ച് നടുറോട്ടിൽ ഇറങ്ങുക, നമുക്ക് നല്ലൊരു നേതൃത്വമുണ്ട്, ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ഒന്നിച്ച്, അന്ന് രാഷ്ട്രീയ മാർച്ചുകളോ യാത്രകളോ അപൂർവമായിട്ടാണെങ്കിലും നടക്കാറുള്ള കാലമാണ്, എങ്കിലും ഒന്നിച്ച് ഒരു യാത്ര എന്ന ആശയം, കേരള യാത്ര എന്ന പേര് പോലും അങ്ങനത്തെ ഒരു മീറ്റിങ്ങിലാണ് ശേഷം വരുന്നത്. ഞങ്ങളെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഒന്നിച്ചു പോയി ഉസ്താദിനെയും നേതൃത്വത്തെയും കണ്ട് അങ്ങനെയാണ് ആ മനുഷ്യ മനസ്സുകൾ കോർത്തെടുക്കാനെന്ന പ്രമേയം വരുന്നതും അങ്ങനെ കേരള യാത്ര രൂപപ്പെട്ട് വരുന്നതും അത് നടത്താൻ വേണ്ടി SYSഉം SSFും നമ്മുടെ കുടുംബം ചേർന്ന് ഒന്നിച്ച് ഒരു സമിതി രൂപപ്പെടുത്തിയിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പം അന്നത്തെ ഒരു സാഹചര്യം അതായിരുന്നു. അന്ന് ശരിക്ക് കേരളം അന്ന് പരസ്യമായി പല സ്റ്റേജുകളിലും പലരും പറഞ്ഞു, ഒരു പണ്ഡിതൻ, ഒരു രാഷ്ട്രീയ നേതാവല്ല, മറ്റുള്ള രീതിയിൽ അറിയപ്പെടുന്ന ആളല്ല. പക്ഷേ എന്നാൽ ഇന്ന് ഉസ്താദ് അവിടെ നിന്നൊക്കെ ലോകത്തോടൊരു നവോത്ഥാന നായകനെ വളർന്നിട്ടുണ്ടെന്ന് അറിയാം. ഒരു പണ്ഡിതൻ കേരളത്തിൻ്റെ കാലുഷ്യം അകറ്റാൻ വേണ്ടി നടുറോട്ടിലിറങ്ങുന്നു എന്ന് പല വേദിയിലും പലരും അന്ന് പ്രകീർത്തിച്ച് പറഞ്ഞൊരു സാഹചര്യമാണ്. അതിൻ്റെ പശ്ചാത്തലം ഇതായിരുന്നു. ഒരു ഒറ്റ ചോദ്യം കൂടി, അലി സാറിൻ്റെ ഒരു അനുഭവങ്ങൾ എങ്ങനെയാണ് ഈ കഴിഞ്ഞ 2 കേരള യാത്രകൾ? അത് കേരളത്തിൽ വലിയ ഓളം ഉണ്ടാക്കിയതാണ്. സാർ അന്ന് സംഘടനയുടെ സജീവമായിട്ട് എനിക്ക് തോന്നുന്നു SYSലൊക്കെ സജീവമായിട്ടുള്ള സമയമാണത്. അന്ന് 1ാം കേരള യാത്രയിലും 2ാം കേരള യാത്രയിലും ആദ്യാവസാനം ഉണ്ടായ അംഗങ്ങളാണ് ഞങ്ങളെല്ലാവരും. തിരുവനന്തപുരത്തെ സമാപന സമ്മേളനത്തിൽ ഗാന്ധി പാർക്കിലായിരുന്നു അത്. ഞാനന്നവിടെ സംസാരിച്ചിട്ടുണ്ട്. അന്ന് അവിടെ വെച്ച് അന്നത്തെ കേരളത്തിലെ ഒരു മന്ത്രി പറഞ്ഞത്, മഹാനായ കാന്തപുരം ഉസ്താദ്, ഇത് കേരള യാത്രയിൽ ഒതുക്കരുത്, ഒരു ഭാരതയാത്ര, ഇന്ത്യ യാത്ര നടത്തണം. അത് പറയാനുണ്ടായ കാരണം 85 തുടങ്ങിയ ബാബരി ഇഷ്യൂസിൻ്റെ പുതിയ പ്രശ്നത്തിൽ 89 ശിലാന്യാസത്തിന് ശേഷം 92 ബാബരി തകർത്തതിന് ശേഷമുള്ള ഒരു കാലഘട്ടമാണ്. അന്നാണത് പറഞ്ഞത്. 2ാം കേരള യാത്ര ഞാൻ നന്നായിട്ട് ഓർക്കുന്നു. ഞങ്ങളെല്ലാവരും അത് കാസർഗോഡ് നിന്ന് തുടങ്ങി തിരുവനന്തപുരത്ത് എത്തിയപ്പോഴേക്ക് 60 സ്വീകരണ കേന്ദ്രങ്ങളുണ്ടായിരുന്നു. ആ 60 സ്വീകരണ കേന്ദ്രങ്ങളിൽ ഉദ്ഘാടനത്തിലും സമാപനത്തിലും അടക്കം 22 സ്റ്റേജിൽ ഞാൻ പ്രസംഗിച്ചിട്ട് തന്നെയുണ്ട്. അതൊരു നല്ല അനുഭവമായിരുന്നു. 60 സ്വീകരണ കേന്ദ്രങ്ങളിൽ നമ്മുടെ അന്നത്തെ തലയെടുപ്പുള്ള സാദാത്യങ്ങളും പണ്ഡിതന്മാരും ഉമറാക്കളും ഒന്നിച്ചണിനിരന്നു. എന്നിട്ട് ഈ 2 കേരള യാത്രകളും സംഘാടനത്തിൻ്റെ പുതിയ ഒരു ശൈലി കേരളീയ സമൂഹത്തിന് നൽകി. പല യുവജന പ്രസ്ഥാനങ്ങളും പല രാഷ്ട്രീയ സംഘടനകളും ഞാനുമായി സൗഹൃദമുള്ളവർ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങളിത് ഒപ്പിച്ചെടുക്കുന്നത്? നിങ്ങൾക്ക് ഇവൻറ്റ് മാനേജ്മെൻ്റ് ഉണ്ടോ? അവർ സംശയിച്ചതാണ്. ഞാൻ പറഞ്ഞു, ഞങ്ങളുടേതിൽ ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റും ഇല്ല. ഞങ്ങളെ പ്രവർത്തകർ റോട്ടിലിറങ്ങി പകൽ വെളിച്ചത്തിലും രാത്രിയിലെ സൗകര്യത്തിലും പോസ്റ്റർ പതിക്കുന്നുണ്ട്, ചുമരെഴുതുന്നുണ്ട്, പ്രചരണം നടത്തുന്നുണ്ട്. അതിനൊന്നും ഞങ്ങൾക്ക് പുറത്തു നിന്നുള്ള ഒരു ഏജൻസിയുടെ സഹായം ആവശ്യമല്ല, ഞങ്ങളതൊട്ട് സ്വീകരിക്കാറുമില്ല. അതുപോലെ തന്നെ ഞങ്ങൾ ആശയങ്ങൾ രൂപീകരിക്കുന്നതും നേരത്തെ പറവൂർ മാഷ് പറഞ്ഞതുപോലെ നമ്മുടെ സംഘടനാ സർക്കിളിൽ ആലോചിക്കും, എന്നിട്ടത് രൂപപ്പെടുത്തും, പിന്നെയും ആലോചിക്കും, എന്നിട്ട് കുറച്ചുകൂടി ചിട്ടപ്പെടുത്തി സജീവമാക്കി സമഗ്രമാക്കിയിട്ട് നമ്മളത് സമൂഹത്തിലേക്ക് ഇറക്കുകയാണ് ചെയ്യുന്നത്. മഹാനായ കാന്തപുരം ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ വളരെ ആത്മാർപ്പണം നടത്തുന്ന നല്ല പ്രതിബദ്ധതയുള്ള ഒരു വലിയ പ്രവർത്തക നിരയുണ്ട്, നേതൃനിരയുണ്ട്. ഇത് രണ്ടും കൂടി അങ്ങ് സംഗമിച്ചപ്പോൾ ആ സംഘാടനത്തിൻ്റെ നേതൃപരമായ എല്ലാ ശക്തിയും
ഉസ്താദിൻ്റെ തന്നെയാണ്. അങ്ങനെ അങ്ങ് നടത്തിയപ്പം രണ്ടാം കേരളയാത്ര ഒന്നാം കേരളയാത്രയേക്കാൾ വലുതായി. ഇവിടെ എനിക്ക് ഓർമ്മ വരുന്നത് ബീർബലിനെ പറ്റിയാണ്. അക്ബർ ചക്രവർത്തി ചോദിച്ചു, ഒരു വര വരച്ചിട്ട് എങ്ങനെ ആദ്യത്തെ വര തൊടാതെ ആദ്യത്തെ വര ചെറുതാക്കാം? അപ്പോഴാണ് ബീർബൽ പറഞ്ഞത്, അതിനടുത്ത് മറ്റു വലിയൊരു വര വരച്ചാൽ ആദ്യത്തെ വര ചെറുതാകും. എന്നതുപോലെ എല്ലാ കേരള യാത്രകളും വളരെ മികച്ചതായിരുന്നു, പുതിയ അനുഭവങ്ങളായിരുന്നു. ആദ്യത്തേത് ചെറുതായത് രണ്ടാമത്തേത് വലുതായതുകൊണ്ടാണ്, മൂന്നാമത്തേത് അതിനേക്കാൾ വലുതായതുകൊണ്ടാണ് ബാക്കിയുള്ളവയെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയത്. അതുപോലെ ഈ കേരള യാത്രയും ചരിത്രത്തിൻ്റെ ഭാഗമായി മാറും. ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തുക മതപണ്ഡിതനായ ഒരാൾ, രാഷ്ട്രീയ പിമ്പലമില്ലാത്ത ഒരാൾ, സമ്പത്തിൻ്റെ പണത്തിൻ്റെ സൗകര്യങ്ങളൊന്നുമില്ലാത്ത ഒരാൾ, സാധാരണക്കാരായ മനുഷ്യരുടെ പിന്തുണ കൊണ്ട് കേരളത്തിൻ്റെ ചരിത്രത്തെ മാറ്റിമറിച്ചുകൊണ്ട് നടത്തിയ വലിയ ഒരു സംഭവമാണ് കേരള യാത്രയെന്ന് എല്ലാവരും സമ്മതിക്കും. വടക്ക് നിന്ന് തെക്കോട്ടും തെക്ക് നിന്ന് വടക്കോട്ടും കേരളം പല യാത്രകളെയും കണ്ടിട്ടുണ്ട്, ഇനിയും കാണാനിരിക്കുന്നുമുണ്ട്. അതിനൊക്കെ നമ്മൾ അതിനെയൊന്നും ചെറുതായി കാണുന്നില്ല. പക്ഷേ ഈ യാത്ര പോലെ കേരളീയ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്ന് ഹൃദയത്തിൻ്റെ ഉള്ളിലൂടെ, ജനങ്ങളുടെ ഇടയിലൂടെയല്ല, പൊതുനിരത്തിലൂടെയല്ല, ഉള്ളിൻ്റെ ഉള്ളിലൂടെ നടത്തുന്ന ഈ മഹായാത്രയുണ്ടല്ലോ, ഇതൊരു മഹായാനമാണ്. ഒരു മനുഷ്യസ്നേഹിയുടെ, ഒരു പണ്ഡിത പ്രതിഭയുടെ കർമ്മനിരതമായ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദൗത്യ നിർവഹണത്തിൻ്റെ മകുടോദാഹരണമായി നിലനിൽക്കുമെന്ന് മാത്രമല്ല, വരും തലമുറക്ക്, വർത്തമാനകാല സമൂഹത്തിനും തികച്ചും ഗവേഷണ വിഷയമാണ് മഹാനായ കാന്തപുരം ഉസ്താദ് എന്നുകൂടി പറഞ്ഞ് ഞാൻ ഇവിടെ തൽക്കാലം അപ്പം അവസാനിപ്പിക്കാം. 3 പേർക്കും നന്ദി. അപ്പോൾ ഇതാണ് പിന്നെ അലിവർ സാഹിബ് പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ കാന്തപുരം ഉസ്താദ് തീർച്ചയായും വരും തലമുറക്ക് എന്തായാലും കാന്തപുരം ഉസ്താദിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു ഗവേഷണ പ്രബന്ധത്തിനുള്ള വിഷയം തന്നെയായിരിക്കും. കേരളയാത്ര, 3ാം കേരളയാത്രയും കഴിഞ്ഞ 2 കേരളയാത്രകൾ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടത് എങ്ങനെയാണോ അതിനേക്കാൾ ശക്തമായ രീതിയിൽ 3ാം കേരളയാത്രയും അടയാളപ്പെടുത്തപ്പെടുമെന്ന് കഴിഞ്ഞ ദിവസങ്ങൾ തന്നെ നമുക്ക് വ്യക്തമാക്കി തന്നതാണ്. അപ്പോൾ കേരളയാത്രയുടെ തുടർന്നുള്ള ദിവസങ്ങളിലും നമുക്ക് ഇത്തരത്തിൽ ഗംഭീരമായ സ്വീകരണ പരിപാടികളും അതോടൊപ്പം നേതാക്കളുടെ ഇടപെടലുകളുമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഇൻ്റർവ്യൂ ഇവിടെ പൂർത്തിയാകുന്നു. നന്ദി. waytonikah.com, the exclusive Muslim matrimonial site.